ഹായ് മക്കളെ, 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ക്വസ്റ്റ്യൻസ് നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. കലിമത്തൻ തഖ്റുജു എന്നതിൽ തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം, ഇൽഹാർ ചെയ്യണം, ഇക്ലാബ് ചെയ്യണം. ആൻസർ ഇഖ്ഫാ ചെയ്യണം. 2. 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. ജസാഅൻ, ഹാക്കത്തു, ഖൂ അൻഫുസക്കും. അതിൻ്റെ ആൻസർ ഹാക്കത്തു. 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. ഹാക്കത്തു. 3ാമത്തെ ക്വസ്റ്റ്യൻ, സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകൾ 3, 4, 5. സാക്കിനായ മീമിന് 3 ഹുക്കുമുകളാണുള്ളത്. ആൻസർ 3. 4. മധ്യനിലയിൽ ഓതൽ. ഹദർ, തർത്തീൽ, തദ്വീർ. ആൻസർ മധ്യനിലയിൽ ഓതൽ, തദ്വീർ. 5. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ. ലാമ്, റാ, നൂന്, വാവ്, ഐന്, ഹാ. ആൻസർ നൂന്, വാവ്. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ നൂന്, വാവ്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, അൽ മദ്ദു മുൻഫസിലിൻ്റെ ഉദാഹരണം. മിൻ ഗൈരി സൂഇൻ, ഇദാ ജാഅ, ലാ ഉഖ്സിമു. ആൻസർ ലാ ഉഖ്സിമു. മദ് മുൻഫസിലിൻ്റെ ഉദാഹരണമാണ് ലാ ഉഖ്സിമു. മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യ അക്ഷരമായി ഹംസ വന്നു. അതുകൊണ്ടാണ് മദ് മുത്തസിലിന് ഉദാഹരണം ലാ ഉഖ്സിമു. ചേരുംപടി ചേർക്കുക. മദ് മുത്തസിൽ, മദ്ദു ലാസിം, മദ്ദു അസ്ലിയെ, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്. മറ്റേ സൈഡിൽ തന്നിട്ടുള്ളത് മിൻ ബഅദി മീസാഖിഹി, അൽ ഹഖ്ഖു മിർ റബ്ബിക, അത്വാമത്, അത്വാഅൻ, ഇന്ന ഷാനിഅക. ആൻസർ നോക്കാം. മദ്ദു മുത്തസിൽ. 7ാമത്തെ ക്വസ്റ്റ്യൻ, മദ്ദു മുത്തസിൽ അതിന് ചേരുന്നത് അത്വാഅൻ. അത്വാഅൻ എന്നുള്ള ഡി ആണ് അതിന് ചേരുന്ന ആൻസർ. മദ്ദക്ഷരത്തിന് ഉടനെ അതേ പദത്തിൽ ഹംസ വന്നു. അടുത്തത് മദ്ദു ലാസിം. 8ാമത്തെ ക്വസ്റ്റ്യൻ, മദ്ദു ലാസിം അതിൻ്റെ ആൻസർ ത്വാമത്തൻ. അടുത്തത് 9ാമത്തെ മദ് അസ്ലിയ. മദ് അസ്ലിയ അതിൻ്റെ ആൻസർ ഇന്ന ഷാനി അക്ക. ഇന്ന ഷാനി അക്ക. 10 ഇദ്ഗാമും ബിലാ ഉന്ന. ഇദ്ഗാമും ബിലാ ഉന്ന അതിൻ്റെ ആൻസർ ബി ആണ്. അൽ ഹഖ്ഖു മിർ റബ്ബിക. അൽ ഹഖ്ഖു മിർ റബ്ബിക. അടുത്തത് 11ാമത്തെ ഇഖ്ലാബ്. അതിൻ്റെ ആൻസർ എ ആണ്. മിൻ ബഅദി മീസാഖിഹി. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നു. മിൻ ബഅദി മീസാഖിഹി. അടുത്തത് പൂരിപ്പിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, നിശ്ചയം അന്ത്യനാളിൽ ഖുർആൻ അത് പാരായണം ചെയ്യുന്നവർക്ക് ഡേഷ് ചെയ്യും. ആൻസർ ശുപാർശ ചെയ്യും. നിശ്ചയം അന്ത്യനാളിൽ ഖുർആൻ അത് പാരായണം ചെയ്യുന്നവർക്ക് ശുപാർശ ചെയ്യും. 13ാമത്തെ ക്വസ്റ്റ്യൻ, അൽ മദ്ദു മുത്തസിൽ ഡേഷ് അലിഫ് വരെ നീട്ടാവുന്നതാണ്. 3.5 അലിഫ് വരെ നീട്ടാവുന്നതാണ്. ആൻസർ 3.5 അലിഫ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അലൈഹിം വലല്ലാലീൻ എന്നതിൽ സാക്കിനായ മീമിനെ ഡേഷ് ചെയ്യണം. സാക്കിനായ മീമിനെ ഡേഷ് ചെയ്യണം. മീമിന് ശേഷം വാവ് വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. ആൻസർ ഇൽഹാർ ചെയ്യണം. 15ാമത്തെ ക്വസ്റ്റ്യൻ, തൻവീനിന് ശേഷം ഡേഷ് എന്ന അക്ഷരം വന്നാൽ തൻവീനിനെ ഇക്ലാബ് ചെയ്യണം. തൻവീനിന് ശേഷം ബാ വന്നാൽ ആൻസർ ബാ.
16ാമത്തെ ക്വസ്റ്റ്യൻ, മദ്ദക്ഷരത്തിന് തൊട്ടു പിറകെ അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനെ ഡാഷ് എന്ന് പറയുന്നു. മദ്ദക്ഷരത്തിന് തൊട്ടു പിറകെ അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനെ മദ് മുത്തസിൽ എന്ന് പറയുന്നു. ആൻസർ മദ് മുത്തസിൽ. 17, അജ്റൻ ഹസന എന്നതിൽ തൻവീനിനെ ഡാഷ് ചെയ്ത് ഓതണം. തൻവീനിന് ശേഷം ഹാ വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. ഇൽഹാറിൻ്റെ അക്ഷരമായ ഹാ വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. ആൻസർ ഇൽഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ പാരായണത്തിന് ഏറ്റവും ഉത്തമമായ രൂപം ഏത്? തർത്തീൽ. ഖുർആൻ പാരായണത്തിന് ഏറ്റവും ഉത്തമമായ രൂപം തർത്തീൽ. അതിൻ്റെ ആൻസർ തർത്തീൽ. 19, ബാഹിഉൻ നഫ്സക എന്നതിൽ തൻവീനിൻ്റെ വിധി എന്ത്? തൻവീനിന് ശേഷം നൂന് വന്നതുകൊണ്ട് ഇദ്ഗാമും ബിഉന്ന. തൻവീനിൻ്റെ വിധി ഇദ്ഗാമും ബിഉന്ന. ആൻസർ ഇദ്ഗാമും ബിഉന്ന. 20, മുദ്ഹമ്മത്താൻ എന്നതിൽ മദ് ഏത്? മദ് ലാസിം. മുദ്ഹമ്മത്താൻ എന്നതിൽ മദ് ലാസിം. 21, വ അൻതും മുസ്ലിമൂൻ എന്നതിൽ സാക്കിനായ മീമിൻ്റെ വിധി എന്ത്? ആൻസർ ഇദ്ഗാം ചെയ്യണം. വ അൻതും മുസ്ലിമൂൻ എന്നതിൽ സാക്കിനായ മീമിൻ്റെ വിധി. സാക്കിനായ മീമിന് 3 ഹുക്കുമുകളാണുള്ളത്. മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ, തൻവീനിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ തൻവീനിനെ എങ്ങനെ ഓതണം? കസർ ചെയ്ത് ഓതണം. തൻവീനിനെ കസർ ചെയ്ത് ഓതണം. 23ാമത്തെ ക്വസ്റ്റ്യൻ, അലൈഹിം ബി മുസൈത്തിർ എന്നതിൽ സാക്കിനായ മീമിൻ്റെ വിധി എന്ത്? ആൻസർ ഇഖ്ഫാ ചെയ്യണം. ആൻസർ ഇഖ്ഫാ. സാക്കിനായ മീമിന് ശേഷം ബാ വന്നതുകൊണ്ട് ഇഖ്ഫാ ചെയ്യണം. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. തജ്വീദ് എന്നാൽ എന്ത്? 24ാമത്തെ ക്വസ്റ്റ്യൻ, തജ്വീദ് എന്നാൽ എന്ത്? ആൻസർ അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മഖ്റജ്, സിഫത്ത്, തർക്കീക്ക്, തഖ്ഫീം, മദ്, ഉന്നത്ത് പോലെയുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ആൻസർ അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മഖ്റജ്, സിഫത്ത്, തർക്കീക്ക്, തഫ്ഹീം, മദ്, ഉന്നത്ത് പോലെയുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്തതിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്തതിന് 2 ഉദാഹരണങ്ങൾ. ഫമൻ സഖുലത്ത്, വമൻ ദഖലഹു. ഏതെങ്കിലും 2 ഉദാഹരണം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 26, ഖുദ് മിൻ അംവാലിഹിം എന്നതിൽ മീമിനെ ഇൽഹാർ ചെയ്തു. കാരണം എന്ത്? ഖുദ് മിൻ അംവാലിഹിം എന്നതിൽ മീമിനെ ഇൽഹാർ ചെയ്തു. കാരണം എന്ത്? അതിൻ്റെ ആൻസർ സാക്കിനായ മീമിന് ശേഷം വാവ് വന്നതിനാൽ സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തു. സാക്കിനായ മീമിന് ശേഷം അംവാലിഹിം, മീമിന് ശേഷം വാവ് വന്നതിനാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ? ആൻസർ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവർ. ആൻസർ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവർ. അടുത്ത ക്വസ്റ്റ്യൻ, തൻവീൻ എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ കലിമത്തുകളുടെ അവസാനത്തിൽ ഉച്ചാരണത്തിൽ വരുന്നതും എഴുത്തിൽ കാണാത്തതുമായ സുക്കൂനുള്ള നൂനിനെ ആണ് തൻവീൻ എന്ന് പറയുന്നത്. ആൻസർ കലിമത്തുകളുടെ അവസാനത്തിൽ ഉച്ചാരണത്തിൽ വരുന്നതും എഴുത്തിൽ കാണാത്തതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. അടുത്ത ക്വസ്റ്റ്യൻ, അഹ്കാമു നൂനി സാക്കിനത്തി വത്തൻവീനിൽ ഇഖ്ഫായിൻ്റെ 8 അക്ഷരങ്ങൾ എഴുതുക. ഇഖ്ഫായിൻ്റെ 8 അക്ഷരങ്ങൾ.
താ സാ ജീമ് ദാല് ദാല് സാ സീന് ഷീന് സ്വാദ് ലാദ് ത്വാ ള്വാ ഫാ കാഫ് കാഫ്. ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളാണുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും 8 എണ്ണം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, മദ് അസ്ലിയ് എന്നാൽ എന്ത്? ആൻസർ, മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസ്ലിയ് എന്ന് പറയുന്നത്. മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് മദ്ദു ലാസിം ഉണ്ടാവുക? എപ്പോഴാണ് മദ്ദു ലാസിം ഉണ്ടാകുന്നത്? ആൻസർ, മദ്ദക്ഷരത്തിനു ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് മദ്ദു ലാസിം. മദ്ദക്ഷരത്തിനു ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് മദ്ദു ലാസിം. അടുത്ത ക്വസ്റ്റ്യൻ, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ. അതിൻ്റെ ആൻസർ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ 5 ആണ്. ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഹംസ്, ഹാ, ഐന്, ഹാ, ഐന്, ഹാ ഇവ ഇൽഹാറിനും, നൂന്, വാവ്, മീമ്, യാ എന്നിവ ഇദ്ഗാം ബിഗുന്നക്കും, ലാമ്, റാ എന്നീ 2 അക്ഷരങ്ങൾ ഇദ്ഗാം ബിലാ ഉന്നക്കും, ബാ എന്ന അക്ഷരം ഇഖ്ലാബിനും, താ, സാ, ജീമ്, ദാല്, ദാല്, സാ, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ള്വാ, ഫാ, കാഫ്, കാഫ് എന്നീ 15 അക്ഷരങ്ങൾ. 33ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മദ് ഫർഇയ്യ്. 5 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. മദ് ഫർഇയ്യ്. അതിൻ്റെ ആൻസർ, മദ്ദക്ഷരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിന് മദ് ഫർഇയ്യ് എന്ന് പറയുന്നു. മദ് ഫർഇയ്യ് 5 ഇനങ്ങളാണ്. 1 മദ് മുത്തസിൽ, 2 മദ് മുൻഫസിൽ, 3 മദ് ലാസിം, 4 മദ് ആരിള്, 5 മദ് ലീൻ എന്നിവയാണ്. ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.